ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ജോലിക്ക് ഇറങ്ങിയിട്ട് ഇച്ചിരി വൈകി, ഇച്ചിരി എന്താ പറയുക, 8:20 പോകേണ്ട ബസ്സിന് 8:30 സമയം. ബസ് പോയി, ഇന്നത്തെ ബസ് പോയി. ഇനി എപ്പോഴാണ് അടുത്ത ബസ്സെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പം പോവുകയാണ് ഇന്ന് ജോലിക്ക്. ഞാനിവിടുന്ന് കറക്റ്റ് 8:20 ബസ്സിന് ഇറങ്ങിയാൽ 8:50 ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ അവിടെ ചെന്നെത്തും. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാകാറ്. ഇന്ന് നോക്കുമ്പം ബസ് പോയി, ഇനി അറിയില്ല എപ്പോഴാണ്. എന്തായാലും ഇവിടെ നിൽക്കട്ടെ. പിന്നെന്താ, ഇതുണ്ട് എൻ്റെ ഇവിടെ ഒരു കുരു ഉണ്ടായിട്ട് പോകുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മരുന്നും കാര്യങ്ങളൊന്നും തേക്കാറില്ല, ഒരു പൗഡർ പോലും ഇടാറില്ല. പിന്നെ ആകെ ചെയ്യുന്നത് ഈ ഒരു കണ്ണിടും, കണ്ണല്ല ഐലൈനറും കൊണ്ട് ഒരു പൊട്ടും, ഐലൈനറും കൊണ്ട് തന്നെ ഒരു മുകളിലും ഇടും. വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒച്ചയും കൂടെ കേൾക്കാൻ ചിലപ്പോൾ നല്ലതുപോലെ കേൾക്കുന്നുണ്ടാവും. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പം ജോലിക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പം എൻ്റെ ഒരു സംശയമാണ്, ഭർത്താവ് ഗൾഫിലാണെന്ന് വിചാരിച്ച് ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലേ? അല്ലെ ഭർത്താക്കന്മാരിപ്പോൾ എൻ്റെ എന്നല്ല വേറെ ആരുടെ ആണെങ്കിലും ഭർത്താക്കന്മാർ ഗൾഫിലാണെങ്കിൽ ഭാര്യമാർക്ക് ജോലിക്ക് പോകാൻ പാടില്ല, അവർ ആ വീട്ടിൽ തന്നെ നിൽക്കണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ ആൾക്കാരാണ്, പഴയ അങ്ങനെയൊക്കെയാണ്. അത് മാത്രമല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട് സാലറി എത്രയുണ്ട്, അതിപ്പോൾ അവരെ അറിയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം എൻ്റെ വീട്ടുകാർക്ക്, എന്ന് വെച്ചാൽ എൻ്റെ പപ്പേനോടോ ആങ്ങളേനോടോ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോടും അമ്മേനോടും പിന്നെ പപ്പേനോടും പറയേണ്ട കാര്യം വേറെ പുറത്തൊരാളോട് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇവർക്ക് എന്താണ്, എനിക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കുന്നത്. അതല്ല, നമ്മളിപ്പോൾ അത് പറയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഡെയിലി എത്ര കിട്ടും, ഡെയിലി കൂലി എത്ര, ഇതൊക്കെ ഇവരറിഞ്ഞിട്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത് എന്നെനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം എത്രയാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതും കൊണ്ട് എന്താ സന്തോഷം? ഞാൻ അവർക്ക് എന്തായാലും ആ പൈസ കൊടുക്കാനും പോകുന്നില്ല. പിന്നെ അവരിത് ആക്കേണ്ട കാര്യമില്ല. പിന്നുണ്ട് വേറെ ചിലരുണ്ട്, എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്, കുറച്ച് പേര് എന്ന് വെച്ചാൽ നമ്മളോട് ഇങ്ങനെ സ്നേഹത്തിൽ പെരുമാറും, നല്ല സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൽ പെരുമാറി കഴിഞ്ഞിട്ട് അവരെന്തോന്നെടുക്കും, നമ്മളോട് ചോദിക്കും നമ്മുടെ ഫാമിലീൻ്റെ ഉള്ളിൽ ചകയാൻ വേണ്ടി നടക്കും. എന്ന് വെച്ചാൽ എന്തൊക്കെ നടക്കുന്നു, എങ്ങനെയൊക്കെ പോകും, അതൊന്നും ഇവരെ അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ പോകുന്നതല്ല, നമ്മളെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ വീട്ടുകാർക്കും അറിയാം, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചിലരുണ്ട്. എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നി. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്തതാണ്, പറയണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് പറയാൻ വേണ്ടി മാത്രമേ വീഡിയോ എടുത്തതാണ്.